ഹായ്, നമസ്കാരം. ഞാനിന്ന് വലിയ ആഡംബരമൊന്നുമില്ലാതെ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആഡംബരം ഒന്നുമില്ല മീൻസ് ലൈക്ക് ഞാൻ ഭയങ്കര ഫാൻസി ആയിട്ടൊന്നും ഡ്രസ്സപ്പ് ചെയ്തിട്ടില്ല. ഐ നെവർ ഡൂ ദാറ്റ്. മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. സോ വിഷയത്തിലേക്ക് വരാം. ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് മറ്റുള്ള ക്രിയേറ്റേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒബ്സർവ് ചെയ്ത സമയത്ത് മലയാളം ഭാഷയിലുള്ള കുറേ ചാനൽസ് നമുക്ക് ഫീഡിൽ വരികയും, കാരണം അതിനു മുന്നേ ഞാൻ യൂട്യൂബിൽ അങ്ങനെ മലയാളം ചാനൽസ് കുറവാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് കണ്ടൻറ്റ് കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും റിയാക്ഷൻ വീഡിയോസ്, കുക്കിംഗ് വീഡിയോസ്, അങ്ങനെ പറയുന്ന കാര്യങ്ങളിലോട്ടാണ് കൂടുതലും വ്യൂസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു ഇതുണ്ടായിരുന്നു. എൻ്റെ എന്താ പറയേണ്ട അഭിപ്രായങ്ങളും എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ഒക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ റിയാക്ഷൻ ചെയ്യുന്നതിനെക്കാട്ടിലും ഉപരി എൻ്റെ അഭിപ്രായങ്ങൾ പറയാനാണ് ഞാൻ എൻ്റെ ചാനൽ യൂസ് ചെയ്യാറ്. സോ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യൂട്യൂബർ, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. അവർ ഇങ്ങനെ ഇതുപോലെ റിയാക്ഷൻ വീഡിയോസ് ഇടും. ഒരു മുസ്ലിം യുവതിയാണോ മധ്യവയസ്കയാണോ എന്ന് എനിക്കറിയില്ല. അവരിങ്ങനെ കുറച്ച് ട്രഡീഷണൽ വാല്യൂസ് ഉള്ള ഒരു ലേഡിയാണ്. പക്ഷെ പറയുന്ന പല കാര്യങ്ങളിലും ഒരു കഴമ്പില്ലാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്. അതിൽ അവരോട് അഗ്രി ചെയ്യുന്ന സ്ത്രീകളൊക്കെ അവരുടേതായിട്ടുള്ള ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൂടെ കാണുന്ന ആൾക്കാരാണ്, ബ്രോഡർ പെർസ്പെക്റ്റീവ് ഇല്ലാത്ത ആൾക്കാരാണ്. ബട്ട് ചില വിഷയങ്ങളൊക്കെ അവർ പറയുന്നത് ഓക്കെ, അതിൽ കാമ്പുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി വന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദയ എന്ന് പറയുന്ന കുട്ടി, അതായത് മഞ്ജു പിള്ള എന്ന് പറയുന്ന സിനിമാ താരത്തിൻ്റെ മകളായിട്ടുള്ള ദയ, അവർ ഏതോ ഒരു വസ്ത്രം ഇട്ടിരുന്നു. ലൈക്ക് ഐ തിങ്ക് ഷീ വാസ് വെയറിങ് സ്ലീവ്ലെസ് ആൻഡ് സ്ട്രാപ്ലെസ് ഒരു ഡ്രസ്, ഓക്കെ, ലൈക്ക് എ ടോപ്പ്. അപ്പം അത് ഇട്ടപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് അങ്ങ് കൊണ്ടു, ആൻഡ് ഷീ സ്റ്റാർട്ടഡ് റോസ്റ്റിംഗ് ഹർ ഓൺ ഹർ ചാനൽ. ഓക്കെ, സോ അതിനകത്തെ കമൻറ്റ് സെക്ഷൻ കണ്ടപ്പോഴത്തേക്കും എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ അഗ്രിയിങ് വിത്ത് ഹർ, സെയിങ് ദാറ്റ് മഞ്ജു പിള്ള എന്തുകൊണ്ട് മകളെ തിരുത്തുന്നില്ല, മഞ്ജു പിള്ള ഒരു സ്ത്രീയാണോ, ഒരു നല്ല അമ്മയാണോ എന്ന് തുടങ്ങി മഞ്ജു പിള്ളയ്ക്ക് ഒരു പൊങ്കാല ഇടൽ തുടങ്ങി. ആൻഡ് ദയയുടെ കേസ് വന്നപ്പോഴത്തേക്കും ഇവരെന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദയ ഇട്ടിരിക്കുന്ന വസ്ത്രം വൾഗറാണ്, ഇറ്റ് ഈസ് ഗോയിങ് ബാക്ക്വേർഡ്സ്. പണ്ട് നമ്മൾ മറയ്ക്കാനായിട്ട് സമരം ചെയ്തിട്ടുള്ള ഒരു നാട്ടിൽ നിന്ന് അതേ ആൾക്കാരാണ് ഇപ്പോൾ റിവേഴ്സായിട്ട് വന്നിട്ട് തുണി ഊരി കളയുന്നു. അങ്ങനെ കുറച്ച് ക്ലാസ് ഇല്ലാതെ ഭയങ്കര ചീപ്പായിട്ട് സംസാരിച്ചു തുടങ്ങി. ഓക്കെ, അപ്പം ഞാൻ ആ വീഡിയോ ഫുൾ കണ്ടില്ല, പക്ഷേ ഐ വാസ് ജസ്റ്റ് ഗോയിങ് ത്രൂ ദ കോമെൻറ്റ്സ് ആൻഡ് കുറച്ച് വിവരമുള്ള മനുഷ്യർ അതിനകത്തുണ്ടെന്ന് തോന്നി. കാരണം അവർ പറയുന്നുണ്ട് ഓരോരുത്തരുടെയും വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരവരുടെ ടേസ്റ്റിനും അവരവരുടെ കാഴ്ചപ്പാടിനും അവരവരുടെ ശരീരപ്രകൃതിക്കും അനുസരിച്ചാണ് അവരവരിടുന്നത്, അവരവരുടെ കംഫർട്ടിനനുസരിച്ചാണ് ഇടുന്നത്. അപ്പോൾ അതിൽ കയറി 40-40 വയസ്സുള്ള ഒരു സ്ത്രീ, ഒരു 20s ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തിനെ പറ്റി കമൻറ്റ് ചെയ്യാൻ അവരാരാണ്? അഡൾട്ടായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ ദയ എന്ന് പറയുന്നത്. ഐ തിങ്ക് ഷീസ് പാസ് 18. അപ്പം സ്വന്തം വസ്ത്രധാരണത്തിലും സ്വന്തം തീരുമാനങ്ങളിലും ഫുള്ളി ഒരു പവർ ആൻഡ് കൺട്രോൾ ഉള്ള ഒരു വ്യക്തിയാണ് ആ കുട്ടി. അതിനറിയാം എന്ത് വസ്ത്രമാണ് ധരിക്കേണ്ടതെന്നുള്ളതും എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ദയയുടെ. ഷീ ഈസ് റിയലി ടാലൻറ്റഡ്. ആൻഡ് ദ ഫാക്റ്റ് ഈസ്, ചുമ്മാ ഒരു മേക്കപ്പ് ഇടുന്ന ഒരു വീഡിയോ കണ്ടാലും നമുക്ക് അതിൽ ലയിച്ചിരിക്കാൻ തോന്നും, ബിക്കോസ് ഷീ ഈസ് ദാറ്റ് എൻ്റർടൈനിങ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സിനിമാ താരത്തിൻ്റെ അത്രയും ടാലൻറ്റ് ആ കുട്ടിക്ക് ഉണ്ട് നമ്മൾ പറയത്തില്ല. ആക്ച്വലി സം പീപ്പിൾ ആർ ലൈക്ക് റിയലി ബോൺ ടാലൻറ്റഡ്. എല്ലാവരെ കൊണ്ടും ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ട് സ്ക്രീനിൽ പിടിച്ചിരുത്തുക, ഒരു ഒരു 10 മിനിറ്റ് അവരുടെ ഫേസ് തന്നെ കാണിച്ച്
ഒരു വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവരെ കൊണ്ടും പറ്റത്തില്ല. കാരണം നിങ്ങൾക്കൊരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിരിക്കണം ആൻഡ് യു നീഡ് ടു എൻ്റർടൈൻ പീപ്പിൾ. ഈ കുട്ടി ചുമ്മാ മേക്കപ്പ് ഇടുന്ന വീഡിയോസ് ആണെങ്കിലും അതിനകത്ത് ആ കുട്ടി ആ വീഡിയോ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി കണ്ടാൽ തന്നെ നമ്മളതിൽ ഇരുന്ന് പോവും. ഇറ്റ്സ് നോട്ട് ബോറിങ്. അതാണ് എൻ്റെ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ എൻ്റെ വീഡിയോ ആണെങ്കിൽ കൂടെയും ആൾക്കാർ മൊത്തം ഇരുന്ന് കാണണം എന്നില്ല. കാരണം ഞാൻ അത് അങ്ങനെ ഭയങ്കരമായിട്ട് എഡിറ്റ് ചെയ്ത് പ്രസൻറ്റബിൾ ആക്കാൻ അത്രയും എഫേർട്ട് ഇടാൻ പറ്റാറില്ല എനിക്ക്. ഐ എം സ്റ്റിൽ ലേണിങ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ യൂട്യൂബർ അവർക്ക് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഒന്നാമത് ഞാൻ ചോദിക്കട്ടെ, ഐ എം ഗെസ്സിങ്, ലുക്കിംഗ് അറ്റ് ഹെർ അറ്റയർ ആൻഡ് ലുക്കിംഗ് അറ്റ് ഹൗ ഷീ സ്പീക്സ്, ഷീ മേ നോട്ട് ഈവൻ ഹാവ് ബീൻ ടു ജിം ഫോർ വൺസ്. ഓക്കെ, ഒരു വർക്കൗട്ട് എന്താണെന്നോ അല്ലെങ്കിൽ ഡയറ്റ് എന്താണെന്നോ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നാട്ടുകാരെ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ വീട്ടുകാരെ ബോധിപ്പിക്കാനൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഐ ഡോണ്ട് തിങ്ക് ഷീ ഹസ് ഈവൻ ബീൻ ടു ജിം ഫോർ വൺസ് ഇൻ ഹർ ലൈഫ്. പിന്നെ ഫാഷൻ്റെ എഫ് പോലും അറിയാത്ത ആൾക്കാരാണ് ഈ കുട്ടീനെ പറ്റി കളിയാക്കുന്നത്. ഓക്കെ, ഈ കമൻറ്റ് സെക്ഷനിൽ ഇരുന്ന് പറയുന്ന അത്ര സ്ത്രീകളും അവരുടെ ഉള്ളിലൊരു മിസോജിനി ഉണ്ട്. അതായത് അവർക്ക് ഈ പെൺകുട്ടിയുടെ ദയയുടെ പ്രായത്തിൽ ഇടാൻ പറ്റാത്ത പല വസ്ത്രങ്ങളുമാണ് ഇപ്പോൾ ദയ ഇടുന്നത്. അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് അവർക്ക്. അപ്പോൾ അത് പുറത്ത് വരുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്ന എന്തോ ഒരു ഡയലോഗ് ഞാൻ കേട്ടു, ഞങ്ങളുടെയൊക്കെ സമയത്തിൽ സൈക്കിൾ പോലും ഓടിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു, എൻ്റെ നാട്ടിൽ സൈക്കിൾ ഓടിക്കുന്ന ആദ്യത്തെ പെൺകുട്ടി ഞാനായിരുന്നു. അതെന്തോ വലിയ കാര്യമായിട്ട് പറയുവാണ്. 70s കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആ സിനാരിയോ ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്നത്തെ കാലത്ത് സൈക്കിൾ ഓടിക്കുന്നത് എന്തോ തെറ്റാണെന്ന് നാട്ടുകാർ വിചാരിച്ചിരുന്നു. അപ്പോൾ ആ മണ്ടത്തരത്തിന് തലയിലെടുത്ത് വെച്ചുകൊണ്ടിരുന്ന നാട്ടുകാരാണ് ഇപ്പോൾ പുരോഗമിച്ച് ഇപ്പോൾ വഴി കൂടെ സൈക്കിൾ ഓടിച്ച് ആരും ഒന്നും പറയത്തില്ല. അപ്പോൾ വാട്ട് ഇസ് ഷീ ട്രൈങ് ടു ഗെറ്റ് അറ്റ്? അവരുടെ സമയത്ത് അവർ ഭയങ്കര റിബലായിട്ട് നടന്നൊരു സ്ത്രീ ഇപ്പോൾ 20-25 വയസ്സുള്ള അല്ലെങ്കിൽ 20s സ്ത്രീകളെ പറ്റി കുറ്റം പറയുന്നത് എന്താണ്? ഇതൊരു വല്ലാത്തൊരു ടൈപ്പ് ഓഫ് മാനസികമായിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എനിക്കിതിനെപ്പറ്റി സംസാരിക്കണമെന്ന് തോന്നി. അപ്പോൾ അത് പറയാനാണ് ഞാൻ വന്നത്.